പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്ബീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഡിസംബർ 15 നടക്കാനിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ പരീക്ഷ എഴുതാൻ എത്ര പേർ, കോമ്പറ്റീഷൻ ലെവൽ എന്താകും, ജോലി ലഭിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്തവർ ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ 466/2024 ആയിരുന്നു. കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു. ഈ മാസം 11 തീയതി വരെ ആയിരുന്നു കൺഫർമേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ കൺഫർമേഷൻ കൊടുത്തവർ ശ്രദ്ധിക്കുക. പരീക്ഷ നടക്കാനുള്ള തീയതി 15/12/2025 അപ്പൊ നമ്മൾ കൂട്ടി നോക്കിയാൽ ഏകദേശം ഒരു 55ഓളം ദിവസമുണ്ട് അല്ലെ. നമ്മുടെ പോസ്റ്റിന്റെ പേരെന്തായിരുന്നു? അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം. ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു അവസരം വിട്ടുകളയരുത്. ദെൻ അപ്ലൈ ചെയ്തവരുടെ എണ്ണം നോക്കി, 9016 പേരാണ് അപ്ലൈ ചെയ്തത്. എന്നാൽ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തവരോ വെറും 5312 പേരേ ഉള്ളൂ. അതായത് അപ്ലൈ ചെയ്തവരുടെ എണ്ണം വെച്ച് നോക്കുവാണെങ്കിൽ 58.917% മാത്രമാണ് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തത്. അതിന്റെ കാരണങ്ങൾ എന്താണ്? ഈ മാറിയ സിലബസ് അല്ലെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമായിരുന്നു നമുക്ക് സിലബസിൽ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യമോ മെക്കാനിക്കൽ, അഗ്രികൾച്ചർ, മൈനിങ് എല്ലാം കൂടി ഉൾപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഒരുമാതിരി കൂടുതൽ ഉദ്യോഗാർത്ഥികൾ, അതായത് പഠിച്ചുകൊണ്ടിരുന്ന എന്നാൽ ഈ സിലബസ് കണ്ടപ്പോഴത്തേക്ക് പേടി തോന്നിയ ഉദ്യോഗാർത്ഥികൾ പലരും പിൻവലിഞ്ഞു. അപ്പൊ അത് നിങ്ങൾക്കൊരു സാധ്യത തന്നെയാണ്. അതുകൊണ്ട് കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഇതിന്റെ കോമ്പറ്റീഷൻ ലെവലിനെ പറ്റി പറയും, നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത എത്രമാത്രമാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോഴാ നമുക്ക് മനസ്സിലായല്ലോ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തെന്നുള്ളത്. ഇനി എക്സാമിന്റെ സ്റ്റേജ്, അത് ഞാൻ പല വീഡിയോയിലും പറയുന്നതാണ്. നമ്മുടെ ഇതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, സെലക്ഷൻ പ്രൊസീജിയർ എന്തൊക്കെയാ? ഒരു OMR എക്സാം ഉണ്ടാവും, 100 മാർക്കിനാണ്. ആ എക്സാമിന് ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന ആൾക്കാർക്ക് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഉണ്ട്. ഇപ്പൊ ഇന്റർവ്യൂവിന് 20 മാർക്ക്, അങ്ങനെ മൊത്തം 120 മാർക്കിലാണ് നമ്മുടെ റാങ്ക് നോക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ മൊത്തം 120 മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത്. പിന്നെ ഇതിന്റെ സിലബസ് മൊത്തത്തിൽ മാറിയായിരുന്നു. ഇപ്പൊ എന്താണ് സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 40 മാർക്ക്, അഗ്രികൾച്ചറിൽ നിന്ന് മൈനിങ്ങിൽ നിന്ന് 30 മാർക്ക് വീതം, അങ്ങനെ 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. ഇനി ഞാൻ ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ, അതോടൊപ്പം തന്നെ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ പറയാം. ഇപ്പൊ കോമ്പറ്റീഷൻ ലെവൽ നമ്മൾ നോക്കിയാലാ, കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം കൺഫർമേഷൻ കൊടുത്തവരെല്ലാം പരീക്ഷ എഴുതാറുണ്ടോ? നിങ്ങളെല്ലാം പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ പരീക്ഷ നടക്കുന്നത് രാവിലെ 7 മണി മുതലാണ്. 15/12/2025 രാവിലെ 7 മണിക്കാണ് പരീക്ഷ നടക്കാനുള്ളത്. അത് കാരണം തന്നെ ഈ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന 100% ആൾക്കാരും എഴുതുവോ? ഇല്ല. എത്ര മാക്സിമം പോയാലും ഒരു 75% ആൾക്കാർ മാത്രമേ പരീക്ഷ എഴുതത്തുള്ളൂ. ഈ പരീക്ഷ എഴുതുന്നവരെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടാണോ പരീക്ഷ എഴുതുന്നത്? ഒരിക്കലും അല്ല, അല്ലെ? അപ്പോഴാ ഈ മാറി വന്ന സിലബസ്, എല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഈ സിലബസ് മാറിയപ്പോഴത്തേക്ക് അത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഈ ലിമിറ്റഡ് ടൈമിനകത്ത് അത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അത് കാരണം എല്ലാവരും ഈ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവരും ഈ സിലബസ് കംപ്ലീറ്റ് പഠിച്ചുകൊണ്ട് പോവോ? ഒരിക്കലും ഇല്ല. നമുക്കറിയാം ഏത് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളായാലും കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ട് പോകുന്നവരുടെ എണ്ണം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഇപ്പൊ 75% പേര് മാത്രമാണ് അപ്രോക്സിമേറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നത്. മാക്സിമം നോക്കിയാലാണ് ഞാൻ പറയുന്നത്. അതിൽ ഏകദേശം 20% ആൾക്കാർ മാത്രമാണ് മെക്കാനിക്കലും അഗ്രികൾച്ചറും മൈനിങ്ങും എല്ലാം കൂടെ പഠിക്കുന്നവര്. കാരണം എന്താ? നമ്മുടെ സമയം ലിമിറ്റഡ് ആണ്. ഇനി നമ്മൾ നോക്കിയാൽ വെറും 56 ദിവസങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. ഇനി നമുക്കറിയാം പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? കോമ്പറ്റീഷൻ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണം. എന്തൊക്കെയാണത്? ഫുൾ സിലബസ് കവറേജ്, ഫുൾ റിവിഷൻ, ക്വാളിറ്റി, മോഡൽ എക്സാം പ്രാക്ടീസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഏതൊരു പരീക്ഷയും ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഇവിടെ എന്താണ് പറഞ്ഞത്? ഫുൾ സിലബസ് കവറേജിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന എത്ര പേരെ കാണത്തുള്ളൂ? ഈ പോപ്പുലേഷനിൽ 20% മാത്രമേ കാണത്തുള്ളൂ. ഇനി റിവിഷനും കൂടെ ചെയ്യുന്നവരോ ഇതിന്റെയും പകുതിയായിരിക്കും.
അതായത് കൺഫർമേഷൻ കൊടുത്തവരിൽ വെറും 10% ആൾക്കാരാണ് ഫുൾ സിലബസ് കവർ ചെയ്ത് ഫുൾ റിവിഷൻ ചെയ്യുന്നവര്. ഇനി നമുക്കറിയാം റിവിഷനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എന്ത്, റിവിഷൻ ചെയ്തതിന് ശേഷമുള്ള മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എത്ര ശതമാനമായിരിക്കും? ഇതിലും കുറവായിരിക്കും, ഏകദേശം ഒരു 5%. അപ്പൊ നമുക്കറിയാം ഇതിലുള്ള യഥാർത്ഥ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൺഫർമേഷൻ കൊടുത്തവരിൽ 5% മാത്രമാണ് എന്തോന്ന് യഥാർത്ഥ കോമ്പറ്റീറ്റേഴ്സ്. അപ്പൊ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്യാൻ പറ്റുക, ഫുൾ റിവിഷൻ ചെയ്യാൻ പറ്റുക, മാതൃകാ പരീക്ഷയിൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റുക, നിങ്ങൾക്ക് റൈറ്റ് ഗൈഡൻസും മെന്റർഷിപ്പും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്തുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജോലി കിട്ടാനുള്ള സാധ്യത ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വെച്ച് നോക്കുവാണെങ്കിൽ അതിൽ 0.1% ആണ്. കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആകെ ഈ കൺഫർമേഷൻ കൊടുത്ത പോപ്പുലേഷനിൽ 5% മാത്രമേ ഉള്ളൂ. ആ 5% പേരിൽ നിന്ന് 0.1% ആണ് നമുക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 5% പേരുടെ 0.1% അല്ല, മൊത്തം കൺഫർമേഷൻ കൊടുത്തവരിൽ 0.1% ആൾക്കാർക്ക് ജോലി കിട്ടും. ഇതാണ് ജോലിക്കുള്ള സാധ്യത. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ ചെറിയൊരു സാധ്യതയല്ലേ എന്നുള്ളത്. അല്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് ഫുൾ സിലബസ് കവർ ചെയ്യുക, ഫുൾ റിവിഷൻ ചെയ്യുക, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്യുക, ടോപ്പിക് വൈസ് പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യുക, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യുക, റൈറ്റ് ഗൈഡൻസും മെന്റർഷിപ്പും നിങ്ങൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസം പഠിച്ചാലും, ഇനിയുള്ള ദിവസം ആത്മാർത്ഥമായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും. അപ്പൊ അതിനായിട്ട് ടെക് PSC ഒരു തീവ്ര പരിശീലന ക്രാഷ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കവർ ചെയ്യും, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കവർ ചെയ്യും, അതോടൊപ്പം തന്നെ മൈനിങ് എഞ്ചിനീയറിംഗ് കവർ ചെയ്യും. അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും. നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള റിസൾട്ടും നമ്മൾ തുടങ്ങിയ കാലം തൊട്ടുള്ള റിസൾട്ടും എല്ലാം നോക്കിക്കഴിഞ്ഞാലാ നമ്മൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ തരുന്ന ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ, ക്യാപ്സൂൾ നോട്ട്സ് നിങ്ങൾക്ക് തരികയാണ്. അത് കാരണം നിങ്ങൾ വേറെ ബുക്സോ MCQ ഒന്നും, നിങ്ങൾ MCQ ബുക്കോ റാങ്ക് ഫയലോ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഫുൾ സിലബസിലെ ക്ലാസ് നമ്മൾ തരും, ഫുൾ നോട്ട്സ് PDF ഫോർമാറ്റിൽ തരും, ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാവും, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും, പരീക്ഷ വരെ നമ്മൾ ക്ലാസ് തരും, പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സ് ഫീ വെറും 3999 രൂപ മാത്രമാണ്. അതിനോടൊപ്പം തന്നെ ദീപാവലി ഓഫർ ഉണ്ട്, 20% ഓഫർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വെറും 3200 രൂപയ്ക്ക് ഈ കോഴ്സ് ഇപ്പൊ തന്നെ സ്വന്തമാക്കാം. അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോപ്പുലേഷനകത്ത് എത്താൻ പറ്റും. ആദ്യത്തെ, അതായത് ഈ 0.1% എത്താൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയുള്ള സമയം നിങ്ങൾ പേടിച്ചിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുക. പറ്റുന്നെങ്കിൽ ഒരു ദിവസം ഒരു 6 മണിക്കൂർ വീതം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനിയും നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട, നിങ്ങൾക്ക് നമ്മുടെ കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ലഭിക്കാനായിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷന്റെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. സ്വന്തമായിട്ട് പഠിക്കുന്നവർക്ക് പഠിച്ചെല്ലാം വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. എന്നാൽ കോച്ചിങ് എടുക്കുന്നവർക്ക് എന്താണ്, നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം പഠിച്ചു തീർത്താൽ മതി. നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ട്, നമ്മൾ ലൈവ് ക്ലാസ്സും എല്ലാം തരുന്നുണ്ട്, ടോപ്പിക് വൈസ് പരീക്ഷകളും ഗൈഡൻസും മെന്റർഷിപ്പും എല്ലാം തരുന്നുണ്ട്. അത് കാരണം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ എല്ലാവർക്കും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.